പ്രൊഫഷണൽ അക്കൗണ്ടിങ്ങിന്റെ 4ാമത്തെ ക്ലാസ്സാണ് ഇത്. ഈ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഡെബിറ്റും ക്രെഡിറ്റും ആണ്. അതിനു മുമ്പ് നമുക്ക് ആദ്യത്തെ ക്ലാസ്സിൽ പഠിച്ചത് ഒന്ന് റിവൈൻഡ് ചെയ്യാം. നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ എന്തൊക്കെയായിരുന്നു പഠിച്ചത്? ആദ്യം പഠിച്ചത് ബേസിക് ടേംസ് ആയിരുന്നു പഠിച്ചത്. ഏതൊക്കെയായിരുന്നു ബേസിക് ടേംസ് അക്കൗണ്ടിങ്ങിന്റെ? അസറ്റ്, എക്സ്പെൻസ്, ലയബിലിറ്റി, ക്യാപിറ്റൽ, ഇൻകം. ഇതായിരുന്നു ബേസിക് ടേംസ് അക്കൗണ്ടിങ്ങിന്റെ. അതിനുശേഷം നമ്മൾ എന്താ പഠിച്ചത്? അക്കൗണ്ട് ഐഡന്റിഫിക്കേഷൻ. ഒരു ട്രാൻസാക്ഷൻ തന്നാൽ അതിൽ നിന്ന് ഏതൊക്കെയാണ് അക്കൗണ്ട് എന്ന് കണ്ടുപിടിക്കൽ. അക്കൗണ്ട് ഐഡന്റിഫിക്കേഷൻ. പിന്നെ എന്താ പഠിച്ചത്? പിന്നെ പഠിച്ചത് ഗ്രൂപ്പ് ഐഡന്റിഫിക്കേഷൻ. അതായത് ഈ നമ്മൾ കണ്ടുപിടിച്ച അക്കൗണ്ടിങ്ങിൽ നിന്ന് അത് ഏത് ഗ്രൂപ്പിലാണോ പെടുന്നത് അത് കണ്ടുപിടിക്കൽ. അതിനുശേഷം എന്താ പഠിച്ചത്? ഇൻക്രീസ് ഓർ ഡിക്രീസ്. കൂടുകയാണോ കുറയുകയാണോ എന്ന് പഠിച്ചത്. ഇനി അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ്. എന്താ ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് എന്ന് നിങ്ങൾ അതിന്റെ മീനിങ് നോക്കാൻ പോകണ്ട. അതെങ്ങനെ അപ്ലൈ ചെയ്യുന്നതെന്ന് പഠിക്കാം. നമ്മൾ ഇതുവരെ പഠിച്ചു അക്കൗണ്ട് ഐഡന്റിഫിക്കേഷൻ ചെയ്യാൻ പഠിച്ചു, ഗ്രൂപ്പ് ഐഡന്റിഫിക്കേഷൻ പഠിച്ചു, ഇൻക്രീസോ ഡിക്രീസോ പഠിച്ചു. ഇനി നമ്മൾ മോഡേൺ റൂൾസിലേക്കാണ് കിടക്കുന്നത്, അക്കൗണ്ടിങ്ങിന്റെ മോഡേൺ റൂൾസിലേക്ക്. അപ്പോൾ നമ്മൾ ഇത്രയും ഇത് പഠിച്ചു, ബേസിക് ടേംസ് പഠിച്ചു. ഇനി നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന റൂളാണ്, അതായത് നമ്മൾ ഇന്ന് പഠിക്കുന്ന ഇത് മാത്രമാണ്. അക്കൗണ്ട് അസറ്റും എക്സ്പെൻസും മാത്രമാണ് ഇന്ന് പഠിക്കാൻ വന്നത്. അതായത് ഞാൻ ഒരു കാര്യം ചെയ്യാം. അസറ്റും എക്സ്പെൻസും. ഈ അസറ്റും എക്സ്പെൻസും ഒരു ഗ്രൂപ്പ്, പിന്നെ ലയബിലിറ്റി, ക്യാപിറ്റൽ, ഇൻകം ഇത് വേറൊരു ഗ്രൂപ്പ് ആക്കാം. ഓക്കെ, ഇത് ഗ്രൂപ്പ് 2, മറ്റേത് ഗ്രൂപ്പ് 1. ഓക്കെ, നിങ്ങൾ ഇത് നോക്കൂ. ഇൻക്രീസ്, ഡിക്രീസ്, ഡെബിറ്റ്, ക്രെഡിറ്റ്. അതായത് അസറ്റ് ഓർ എക്സ്പെൻസ്. അസറ്റ് അല്ലെ എക്സ്പെൻസ്. അസറ്റ് എന്ന് വെച്ചാൽ എന്താ? ബിസിനസ്സിന് വാല്യൂ ഉള്ള എല്ലാ വസ്തുക്കളെയും പറയുന്നതാണ് അസറ്റ്. എക്സ്പെൻസോ? എക്സ്പെൻസ് എന്ന് വെച്ചാൽ ബിസിനസ്സിലുള്ള ചെലവുകൾ, അതായത് സാലറി പെയ്ഡ്, റെന്റ് പെയ്ഡ്, ഇതൊക്കെ ബിസിനസ്സിന്റെ എക്സ്പെൻസ് ആണ്, ചെലവാണ്. ഓക്കെ, അസറ്റും എക്സ്പെൻസും കൂടിയാൽ നമ്മൾ ഡെബിറ്റ് ചെയ്യും. മനസ്സിലായോ? അതായത് അസറ്റും എക്സ്പെൻസും കൂടിയാൽ ഡെബിറ്റ്, അപ്പൊ കുറഞ്ഞാലോ? അസറ്റും എക്സ്പെൻസും കുറഞ്ഞാൽ, ഡിക്രീസ് ചെയ്താൽ ക്രെഡിറ്റ്. ഇത് മാത്രം പഠിച്ചാൽ മതി. ഡെബിറ്റ് എന്താ ക്രെഡിറ്റ് എന്താണെന്ന് പഠിക്കാൻ വേണ്ട, നിങ്ങൾ ഈ പറയുന്നത് മാത്രം പഠിച്ചാൽ മതി. അസറ്റും എക്സ്പെൻസും കൂടിയാൽ ഡെബിറ്റ്, അസറ്റും എക്സ്പെൻസും കുറഞ്ഞാൽ ക്രെഡിറ്റ്. ഓക്കെ, ഇനി കുറച്ച് എക്സാമ്പിൾസ് ചെയ്യാം. പർച്ചേസ് ഫർണിച്ചർ ബൈ ക്യാഷ്. ഇതെന്താ പറയുന്നത്? പർച്ചേസ് ഫർണിച്ചർ മേടിച്ചു. എന്ത് കൊടുത്തിട്ടാണ് മേടിച്ചത്? ക്യാഷ് കൊടുത്തിട്ട്. നമ്മുടെ അടുത്ത് വന്നത് എന്താണ്? ഫർണിച്ചർ. പോയതെന്താ? ക്യാഷ്. അപ്പൊ ആദ്യത്തെ സ്റ്റെപ്പ് എന്തായിരുന്നു അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുന്നത്? അക്കൗണ്ട് ഐഡന്റിഫിക്കേഷൻ. എന്തായിരുന്നു? അക്കൗണ്ട് ഐഡന്റിഫിക്കേഷൻ. ഏതൊക്കെയാണ് അക്കൗണ്ട്, ഇതിലുള്ള ഈ തന്ന ട്രാൻസാക്ഷനിൽ ഏതൊക്കെയാണ് അക്കൗണ്ട് എന്ന് കണ്ടുപിടിക്കുക. ഇതിൽ ഏതൊക്കെയാണ് അക്കൗണ്ട്? ഫർണിച്ചർ മേടിച്ചു, ക്യാഷ് പോയി. അപ്പൊ 2 അക്കൗണ്ട് എഴുതിക്കോ. ഫർണിച്ചർ അക്കൗണ്ട്, ക്യാഷ് അക്കൗണ്ട്.
ഇനി അടുത്ത സ്റ്റെപ്പ് എന്തായിരുന്നു? അടുത്ത സ്റ്റെപ്പാണ് ഗ്രൂപ്പ് ഐഡന്റിഫിക്കേഷൻ. ഗ്രൂപ്പ് ഐഡന്റിഫിക്കേഷൻ എന്ന് വെച്ചാൽ എന്താ? നമ്മളിപ്പോൾ കണ്ടുപിടിച്ച അക്കൗണ്ട്സ് ഉണ്ടല്ലോ, അത് ഏത് ഗ്രൂപ്പിലാണ് പെടുന്നത് എന്ന് നോക്കല്. ഫർണിച്ചർ അക്കൗണ്ട് ഏത് ഗ്രൂപ്പിലാണ് വിടാൻ? ഫർണിച്ചർ എന്ന് വെച്ചാൽ എന്താ? ബിസിനസ്സിൽ വാല്യൂ ഉള്ള ഒരു വസ്തുവാണ്. വാല്യൂ ഉള്ള എല്ലാ വസ്തുക്കളും ഏത് ഗ്രൂപ്പിലാണ് ഉണ്ടാവല്? അസറ്റ്. അതുപോലെ തന്നെ ക്യാഷ് എന്ന് വെച്ചാൽ എന്താ? ബിസിനസ്സിൽ വാല്യൂ ഉള്ള വസ്തുവാണ്, അതും അസറ്റ് എന്ന ഗ്രൂപ്പിലാണ് പെടാൻ. പിന്നെ അടുത്ത നമ്മൾ നോക്കി ഇൻക്രീസ് ആണോ ഡിക്രീസ് ആണോ എന്ന്. ഇത് ഇൻക്രീസോ ഡിക്രീസ് ആണ്. മേലെ കാണിക്കുന്ന സൈൻ ഇൻക്രീസ്, താഴോട്ട് വരുന്നത് ഡിക്രീസ്, കൂടുന്നതും കുറയുന്നതും. ഓക്കെ. അപ്പം ഫർണിച്ചർ അക്കൗണ്ട് ഇവിടെ എന്താ ചെയ്യുന്നത്? നമ്മൾ ഫർണിച്ചർ മേടിക്കുക ചെയ്യുന്നത്. ബിസിനസ് ഫർണിച്ചർ മേടിച്ചു, അപ്പോൾ ഫർണിച്ചർ കൂടുക ചെയ്യുന്നത്, അങ്ങനല്ലേ? നമ്മളിപ്പോൾ ഒരു കാര്യം മേടിക്കുമ്പോൾ അത് നമ്മുടെ അടുത്ത് കൂടുകയല്ലേ ചെയ്യുന്നത്. എന്ത് കൊടുത്തിട്ടാണ് മേടിക്കുന്നത്? ക്യാഷ്. അപ്പൊ ക്യാഷ് എന്താ ചെയ്യുന്നത്? കുറേ ചെയ്യുന്നത്. ക്യാഷ് കൊടുക്കുകയല്ലേ ചെയ്യുന്നത്. ബിസിനസ് സാധനം മേടിക്കുമ്പോൾ ഇപ്പൊ 100 രൂപ ക്യാപിറ്റൽ ഉള്ളതെങ്കിൽ ഒരു 50 രൂപയ്ക്ക് സാധനം മേടിച്ചാൽ അത്രേ ബാക്കി എത്ര നമ്മുടെ അടുത്തുള്ളൂ? 50 രൂപ ഉള്ളൂ. അപ്പം ക്യാഷ് കുറേ ചെയ്യുന്നത്, അപ്പൊ ഡിക്രീസ്. അപ്പൊ നമ്മൾ നേരത്തെ റൂൾ പഠിച്ചു, അസറ്റ് ഓർ എക്സ്പെൻസ് കൂടിയാൽ എന്താ? ഡെബിറ്റ്, കുറഞ്ഞാൽ ക്രെഡിറ്റ്. അപ്പൊ ഇവിടെ എന്താ? ഫർണിച്ചർ എന്താണ്? അസറ്റ് ആണ്. അസറ്റ് ഇൻക്രീസ് ചെയ്ത് എന്താണ്? ഡെബിറ്റ്. ക്യാഷ് എന്ന് വെച്ചാൽ എന്താ? ക്യാഷും അസറ്റ് ആണ്. ക്യാഷ് എന്താ ചെയ്തത്? കുറേ ചെയ്തത്, അപ്പൊ എന്താ? ക്രെഡിറ്റ്. ഓക്കെ, ഇത് ഡെബിറ്റ്, ഇത് ക്രെഡിറ്റ്. മനസ്സിലായില്ല? ഇനി അടുത്തൊരു ട്രാൻസാക്ഷൻ നോക്കാം. സാലറി പെയ്ഡ് ബൈ ക്യാഷ്. സാലറി പെയ്ഡ് ബൈ ക്യാഷ്. സാലറി പെയ്ഡ് ബൈ ക്യാഷ് എന്ന് വെച്ചാൽ എന്താ? സാലറി കൊടുത്തു, ബിസിനസ് സാലറി കൊടുത്തു എംപ്ലോയീസിന്. എന്തായിട്ട് കൊടുത്തത്? ക്യാഷ് ആയിട്ട്. അപ്പൊ എത്ര അക്കൗണ്ട്സ് ഇവിടെ ഉള്ളത്? ഒന്നാണ് സാലറി അക്കൗണ്ട്. അടുത്തതോ? ക്യാഷ് അക്കൗണ്ട്. സാലറി അക്കൗണ്ട് എന്ന് വെച്ചാൽ എന്താ? സാലറി എന്ന് വെച്ചാൽ എന്താ? സാലറി പെയ്ഡ് എന്ന് വെച്ചാൽ എന്താ? സാലറി കൊടുത്തു എന്ന് പറയുന്നത്. സാലറി കൊടുക്കുമ്പോൾ ബിസിനസ്സിന് എന്താണ്? അതൊരു ചെലവാണ്. സാലറി ഇങ്ങനെ കൊടുക്കുന്തോറും ബിസിനസ് ചെലവ് കൂടുകയാണ് ചെയ്യുന്നത്. ചെലവാണ്. ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം സാലറി, എംപ്ലോയീസിന് സാലറി കൊടുക്കാന്ന് വെച്ചാൽ അതൊരു ചെലവാണ്. അപ്പൊ ഇതേത് ഗ്രൂപ്പിലൂടെ? എക്സ്പെൻസ്. ക്യാഷ് എന്ന് വെച്ചാൽ എന്താ? ക്യാഷ് എപ്പോഴും അസറ്റ് ആയിരിക്കും ബിസിനസ്സിന്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഈ ക്ലാസ്സിൽ വെച്ച് പഠിച്ചു അസറ്റ്. ഇവിടെ സാലറി പെയ്ഡ് ബൈ ക്യാഷ്. സാലറി കൊടുത്തു. അപ്പൊ സാലറി കൊടുത്തു എന്ന് പറയുമ്പോൾ സാലറി എന്ന എക്സ്പെൻസ് കൂടുകയാണ് ചെയ്യുന്നത്, ചെലവ് കൂടുകയാണ് ചെയ്യുന്നത്. അതായത് ജനുവരിയിൽ 1000 കൊടുത്തു, ഉദാഹരണമാണ്. ജനുവരിയിൽ 1000 കൊടുത്തു വിചാരിച്ചു, ഫെബ്രുവരിയിൽ 1000, മാർച്ചിൽ 1000, 3000, പിന്നെ വീണ്ടും ഏപ്രിലിൽ കൊടുക്കുമ്പോൾ എത്രയും 4000, 5000, 6000, പിന്നെ കൂടുകയല്ലേ ചെയ്യുന്നത്. അതുകൊണ്ട് സാലറി എന്ന എക്സ്പെൻസ് കൂടി. സാലറി കൊടുക്കുന്നവരും എന്തായിട്ട് കൊടുക്കുന്നത്? ക്യാഷ് ആയിട്ടാണ് കൊടുക്കുന്നത്. അപ്പൊ ക്യാഷ് എന്ന അസറ്റ് കുറയല്ലേ ചെയ്യാൻ. നമ്മളിപ്പോ ഒരാൾക്ക് സാലറി പൈസ ഇങ്ങനെ കൊടുക്കുന്നതോറും നമ്മുടെ കയ്യിലുള്ള ക്യാഷ് കുറയല്ലേ ചെയ്യുന്നത്. അതുപോലെ ബിസിനസിന്റെ കയ്യിലുള്ള ക്യാഷ് കുറയുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇത് ഡിക്രീസ്. അപ്പൊ നമ്മൾ നേരത്തെ എന്താ റൂൾ എന്താ പഠിച്ചത്? അസറ്റോ എക്സ്പെൻസോ ഇൻക്രീസ് ചെയ്താൽ ഡെബിറ്റ്, അസറ്റോ എക്സ്പെൻസോ ഡിക്രീസ് ചെയ്താൽ ക്രെഡിറ്റ്. അപ്പൊ ഇവിടെ എന്താണ്? ഇവിടെ എന്താ നോക്ക് നിങ്ങൾ? സാലറി എന്ന് പറയുന്ന എക്സ്പെൻസ് കൂടുകയാണ് ചെയ്തത്. എക്സ്പെൻസ് കൂടിയാൽ, അസറ്റോ എക്സ്പെൻസോ കൂടിയാൽ അത് ഡെബിറ്റ്, ഡി. ഇനി അടുത്തത് നോക്ക്, ക്യാഷ്. ക്യാഷ് എന്ന അസറ്റ് കൂടുകയോ കുറയുകയോ ചെയ്താൽ, അല്ല, ക്യാഷ് എന്ന അസറ്റ് കുറഞ്ഞാൽ, അസറ്റോ എക്സ്പെൻസോ കുറഞ്ഞാൽ എന്താണ്? അത് ക്രെഡിറ്റ് ആണ്. അപ്പൊ ഇവിടെ അസറ്റ് കുറയുകയാണ് ചെയ്യുന്നത്, ക്യാഷ് കുറയുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ ക്രെഡിറ്റ്. ഓക്കെ, ഡെബിറ്റ്, ക്രെഡിറ്റ്. ഓക്കെ. അപ്പോൾ ഈ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു, ഒരു ട്രാൻസാക്ഷൻ എടുത്താൽ അതിൽ 2 ആസ്പെക്ട് ഉണ്ടാവും. ഒന്ന് ഡെബിറ്റും ഒന്ന് ക്രെഡിറ്റും ഒന്ന് പഠിച്ചു. അപ്പോൾ ഇതുവരെ ഉള്ളത് ഒന്ന് നോക്കുക. ഇതാണ് മോഡേൺ റൂൾസിന്റെ തുടക്കമാണിത്. അപ്പോൾ ഇതുവരെയുള്ള കാര്യങ്ങളൊന്ന് നോക്കാം. ഓക്കെ.